അദ്ദേഹം 29 വർഷമായി SNDP യോഗത്തിൻ്റെ കാര്യദർശിയായി ഇരുന്നു കൊണ്ട് SNDP യോഗത്തിൻ്റെ അന്ധകനായി പ്രവർത്തിക്കുന്ന ഒരു ദിശയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം പ്രാവർത്തികമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള SNDP യോഗത്തെ ആ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം കഴിഞ്ഞ 29 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈഴവ സമുദായത്തിന് ഗുരുദേവൻ്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് സംഘടിച്ച് ശക്തരാകുവാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും ഉപദേശിച്ച ഗുരുദേവൻ്റെ ആ ആഹ്വാനം അനുഷ്ഠിച്ചുകൊണ്ട് അതിനുവേണ്ടി യോഗം കുറേ സ്കൂളുകളും SNDP യോഗത്തിൻ്റെ ആർ ശങ്കരൻ്റെ കാലത്ത് കുറേ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 16 കോളേജുകളും സ്കൂളുകൾ 25ഓളം സ്കൂളുകളും ഉണ്ടാക്കി. അതിനുശേഷം MK രാഘവൻ വക്കീലിൻ്റെ കാലത്ത് 4 സ്വാശ്രയ കോളേജുകളും കൂടെ ഉണ്ടാക്കി. അത് 20 കോളേജുകളായി. മൊത്തം 20 കോളേജുകളും 30ഓളം സ്കൂളുകളുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള SNDP യോഗത്തിൻ്റെ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏക സേവനം പ്രവേശനത്തിനും നിയമനത്തിനും കോഴ വാങ്ങുന്ന ആ ഒരു പ്രക്രിയ മാത്രമാണ് കണിച്ചുകുളങ്ങരയിൽ ഇരുന്നു കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.